ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் இதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம லாலைட்டு நினச்சா திருஷ்யம் 2 தான் இன்னைக்கு வந்து நம்ம ரியாக்ட் பண்ண போகிறோம். சீன் 1 வந்து ரியாக்ட் பண்ண போகிறோம். இந்த திருஷ்யம் 1 வந்து நம்ம லாலட்டன் வந்து மீனா, அதுக்கப்புறம் வந்து சித்திக் சார் இருக்காருன்னு சொல்லிட்டு நினைக்கிறேன். சித்திக் சார் இன்னும் வந்து பார்த்தீங்கன்னா நிறைய பேர் வந்து நடிச்சிருக்காங்க. நான் தமிழில் தான் வந்து பார்த்தீங்கன்னா பாப்பனாசம் வந்து பார்த்தேன். அது வந்து பார்த்தீங்கன்னா அரைகுறை ஃபுல்லாகவே அந்த படத்தை வந்து பார்க்கல. நம்ம சேனல் வந்து ஆரம்பித்த புதுசுலேயே வந்து திருஷ்யம் பண்ணுங்க, திருஷ்யம் வந்து பண்ணுங்க அப்படின்னு சொல்லிட்டு நிறைய பேர் வந்து கமாண்டு. ஏதோ ஒரு திருஷ்யம் வந்து நம்ம ஃபுல் மூவி வந்து நம்ம ரியாக்ட் பண்ணல. பண்ண சொன்னாங்க. அதுக்கப்புறம் வந்து அப்படியே விட்டாச்சு. அந்த இத பண்ணவே இல்ல. அதுக்கப்புறம் லாலேட்டனோட நெறைய வீடியோஸ் வந்து நம்ம பண்ணியாச்சு. இப்ப லாஸ்ட்டா கூட வந்து என்ன ஆமா, லாலேட்டனுக்கு வந்து பார்த்தீங்கன்னா, ஃபுல் மூவி எந்த ஒரு மூவி கூட நம்ம ரியாக்ட் பண்ணல. இதுதான் வந்து பார்த்தீங்கன்னா, ஃபர்ஸ்ட்டு நம்ம ஃபுல் மூவி நம்ம ரியாக்ட் பண்ண போறோம். நம்ம வீடியோக்குள்ள போய் பார்ப்போம். வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க யாரும் நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணா, கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம அந்த பெல் ஐகான தட்டிட்டு ஆல்ன்னு குடுத்துங்க. அப்ப நான் போடுற வீடியோ உங்களுக்கு உடனே வரும். இப்போ வாங்க வீடியோக்குள்ள போலாம். ஓ! ஏய்! என்னப்பா என்ட்ரி கொஞ்சம் சிம்பிள் ஆயிடுச்சு. நம்ம சிங்கம் காட்டுல இறங்குனா வேற மாரி இருக்கும். சிம்பிள் ஆயிடுச்சு. எங்க பதுங்கி போறாரு? ஓ! பக்கு பக்குன்னு இருக்கு. ஓ, ரவுண்ட் அப். ஜித் ஜோசப். ஆறு வருஷத்துக்கு அப்புறமா 6 வருஷத்துக்கு முன்னாடியா?
മീനാ Anto Joseph. ഹലോ. ആ എന്നാ പരിപാടിയാ ആൻഡ്രോ സാറേ? ഈ അവസാന നിമിഷം പറഞ്ഞാൽ എങ്ങനെ? ഒരു ഉഗ്രം തമിഴ് പടം വന്നത് ഞാനത് വിട്ട് കളഞ്ഞു. ആ ആഹാ. ശരി. ഇത് നല്ല ലൊക്കേഷൻ. എഴുന്നേറ്റോ? ഇനി എന്ത് പറ്റി? നേരത്തെ കേട്ടറിഞ്ഞു. ആ മമ്മൂട്ടി സിനിമയുടെ റിലീസ് മാറ്റി വെച്ചു. നല്ല ഇൻഷുർ കിട്ടുന്ന പടമായിരുന്നു. ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ തമിഴ് പടം പഠിക്കായിരുന്നു. നീ എന്താന്ന് പറയാത്ത? റാണി, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്ത് പറയാനാ ജോർജുട്ടി? ഞാൻ പറയുന്നത് വല്ലതും ജോർജുട്ടി കേൾക്കാറുണ്ടോ? എല്ലാം ജോർജുട്ടിയുടെ ഇഷ്ടമനുസരിച്ചല്ലേ ചെയ്യുന്നത്. ജോർജുട്ടി ഒത്തിരി മാറിപ്പോയി. അതെന്നാ നീ അങ്ങനെ പറയുന്നു? പിന്നല്ലാതെ അച്ഛൻ തന്ന സ്ഥലം വിറ്റത് പോട്ടെ, ജോർജുട്ടി അധ്വാനിച്ചുണ്ടാക്കിയെന്ന് വീമ്പിളക്കുന്ന ഈ 5 ഏക്കറിന്ന് 2 ഏക്കറും കൂടി വിറ്റില്ലേ? വിൽക്കരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ട് കേട്ടില്ല. കാളിലേ തുടങ്ങിയ എന്നിട്ടാ പൈസ ഞാൻ കളഞ്ഞോ? നല്ല കണ്ണായ സ്ഥലം വാങ്ങി ഒരു തിയേറ്റർ പണിതില്ലേ? തിയേറ്ററിന്റെ കാര്യമൊന്നും പറയണ്ട. അതിന്റെ പുറത്ത് കുറെ ലോൺ എടുത്ത് വെച്ചിട്ടില്ലേ? എന്റെ അപ്പൻ ലോൺ എടുത്തതിന്റെ ഞങ്ങൾ കുറെ അനുഭവിച്ചതാ. നിന്റെ അപ്പനല്ല ഞാൻ. നമ്മുടെ തിയേറ്ററിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ലോൺ അടച്ച് നല്ലൊരു തുക നീക്കി ഇരിപ്പുണ്ട്. അതുപോലെ എന്നിട്ടാ പൈസ എവിടെ? എനിക്കറിയാം ആ പൈസ എവിടെ പോയിന്ന്. സിനിമയ്ക്ക് കഥ എഴുതാൻ കൊണ്ടുപോയി കൊടുത്തു അല്ലേ? എന്നിട്ട് എവിടെ കഥ? വർഷം 3 ആയല്ലോ. പക്ഷെ എനിക്ക് അതിൽ സന്തോഷേ ഉള്ളൂ. ആ കഥ ഉണ്ടാവാത്തതിൽ നിങ്ങളുടെ സിനിമ പിടുത്തം മുടങ്ങി കിട്ടുമല്ലോ. ജോർജുട്ടി, നമുക്ക് 2 പെൺകുട്ടികളാ, അത് മറക്കരുത്. എന്തേ ഒന്നും പറയാനില്ലേ? സാധാരണ കുറെ ന്യായങ്ങൾ പറഞ്ഞ് എന്നെ അടിച്ചിരുത്താറുള്ളതാണല്ലോ. ഞാനൊന്നും പറയുന്നില്ലേ? ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ആത്മവിശ്വാസത്തെ നീ അഹംഭാവമായിട്ടാ കാണുന്നത്. ജോർജുട്ടി, ഏത് കാര്യത്തിലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോ പോലും എനിക്ക് വ്യക്തമായ ഒരു മറുപടി ജോർജുട്ടി തരാറുണ്ട്. പക്ഷെ സിനിമയുടെ കാര്യത്തിൽ അതില്ല. എന്ന് ജോർജുട്ടി സിനിമ പിടിക്കാൻ തീരുമാനിച്ചോ അന്ന് മുതൽ എന്റെയും പിള്ളേരുടെയും സമാധാനം പോയി കിട്ടി. ജോർജുട്ടിയുടെ ഈ കള്ളുകുടി വരെ സിനിമ പിടിക്കാൻ ഇറങ്ങിയപ്പോ തുടങ്ങിയതല്ലേ? അതിന് ഞാൻ ദിവസം കള്ളു കുടിക്കുന്നില്ലല്ലോ. സിനിമ ചർച്ചകൾക്ക് പോകുമ്പോ അത് വേറൊരു മൂടാ. എല്ലാ സിനിമാക്കാരും കഥകൾ ഉണ്ടാക്കുന്നത് കള്ളു കുടിച്ചിട്ടാണോ? അയ്യോ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇതുവരെ പോയ കാശങ്ങ് പോട്ടെ. നമുക്ക് ഈ സിനിമാ പരിപാടി വേണ്ട ജോർജുട്ടി. നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ വലിയ കാശൊന്നും പോയിട്ടില്ല. എന്റെ മനസ്സിൽ ഒരു കഥയുടെ ആശയമുണ്ടായി. ഒരു തിരക്കഥാകൃത്തുമായിരുന്ന് നല്ല ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. പക്ഷെ തൃപ്തിയില്ലാത്ത ചില ഭാഗങ്ങളുണ്ട്, അതൊന്ന് മാറ്റി ചിന്തിക്കുക. എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യാനായി പ്രാന്ത് പിടിച്ച് നടക്കുന്ന ആളൊന്നുമല്ലേ. ഇപ്പൊ അതിന്റെ നിർമ്മാണ സാധ്യതകളെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ഒത്തു വന്നാൽ മാത്രമേ ഞാനത് ചെയ്യൂ. ആട്ടെ, ഇതുവരെ കഥ എഴുതാൻ എത്ര ചെലവായി? ഇതുവരെ ഒഴിവാക്കാൻ നോക്കണ്ട. ഞാനൊന്ന് കൂട്ടി നോക്കട്ടെ. പേസ 14 ലക്ഷം രൂപ. അയ്യോ കർത്താവേ, 16 ലക്ഷം രൂപയോ? എനിക്കൊരു ജോലിക്കാരി വെച്ച് തരാൻ പറയുമ്പോ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളമാണല്ലോ. ഓ നിർത്തി. ഞാൻ ഇതിനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടണം? എനിക്കൊരു 5 ലക്ഷം രൂപ ഇങ്ങനെ തന്നെ. 5 ലക്ഷം രൂപ എന്തിന്? എനിക്കും ഉണ്ട് കുറച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അയ്യോ, അവനാ പാവത്തിനെ ഇട്ട് വീണ്ടും തല്ലുവാ. ജോർജുട്ടി ഒന്ന് ചെന്നേ. എന്തിനാ ചുമ്മാ കള്ളു പിടിച്ച് ഭ്രാന്ത് കാണിക്കുന്നതിന് വേണ്ടി? ഞാനൊന്നുമില്ല. ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കില്ലേ ജോർജുട്ടി? ആ പാവം സരിത എന്ത് കഴിച്ചു? ജോർജുട്ടി ഇല്ലാത്തപ്പോ എനിക്ക് ആകെയുള്ള സഹായം ആ സാധുവാ.
ഇന്നാൾ അഞ്ജുവിന് ഫിക്സ് വന്നപ്പോ ഫിക്സ് അല്ല ഫിക്സ്. എന്തേലും ആവട്ടെ, എനിക്ക് സഹായത്തിന് അവളെ ഉണ്ടായിരുന്നുള്ളൂ. ചെന്നേ. എന്നാ അമ്മേ വല്ലാത്ത ബഹളം? ആ സാബു സരിതയെ തല്ലുവാ. ആ സരിത ചേച്ചിക്ക് അയാളങ്ങ് ഡിവോഴ്സ് ചെയ്തൂടെ? എന്താ പ്രശ്നം? കള്ളു കുടിക്കണമെങ്കിൽ നീ അധ്വാനിച്ചുണ്ടാക്കണം. അല്ല നിന്റെ ഭാര്യ പൈസ കൊണ്ടാ ലോകത്തൊരു സ്ഥലത്തില്ലാത്ത വില കൊടുത്ത് തനിക്ക് സ്ഥലം വാങ്ങിയത്. ഇതിപ്പോ എന്റെ സ്ഥല. ഞാൻ എന്റെ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കുന്നതിൽ തനിക്ക് എന്താ ആവശ്യം? അല്ല വേറെ ആർക്കും ഇവിടെ ഇല്ലാത്ത ചോദിച്ചിട്ട് തനിക്ക് എന്തിനാ? കുട്ടി പണ്ടെങ്ങാണ്ട് ഒരു കൊച്ചു ചെക്കനെ തല്ലിങ്ങോന്ന് പറഞ്ഞ് എന്നോട് കളിക്കാൻ പറ്റുന്നത്. എനിക്ക് തന്നെ പേടിയൊന്നുമില്ല. രാവിലെ കുടിച്ചിട്ടുണ്ടല്ലേ? ഇന്നലെ സ്ഥലക്കച്ചവടത്തിന്റെ കമ്മീഷൻ കിട്ടിയ ആഘോഷമായിരുന്നു, അതിന്റെ ബാക്കിയാ. എന്താണ് ഇന്ന് കുശുകുശുടാ? ജോർജ് കുട്ടി, എന്റെ കുടുംബത്തിൽ ഇടപെടാൻ താൻ ഇങ്ങോട്ട് വരണ്ട. ഒന്നാ താൻ എന്റെ കുടുംബത്തിൽ കയറി ചൊറിഞ്ഞ തന്റെ കുടുംബത്തിൽ ഞാനും കയറി ചൊറിയും. ആരെങ്കിലും ജോർജ് കുട്ടി ചേട്ടൻ പോക്കോ, ഇതൊന്നും നന്നാവുന്ന ജന്മമല്ല. സരിതയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തൂടെ? എന്തിനാ അങ്ങനെ ഒന്നും ഈ കള്ളുകൂടി നിക്കാൻ പോണില്ല. കള്ളുകൂടി നിർത്താനല്ല, ഈ തല്ല് നിർത്താൻ. അവര് വിളിച്ചൊന്ന് പേടിപ്പിച്ചു വിട്ടാലേ അതോടെ തീരും ഈ ദേഹോത്തരം. ജോർജോട്ടി പറഞ്ഞത് ശരിയാ സരിത. ചേച്ചി അവര് ഉപദ്രവിക്കില്ലേ? അതൊന്നുമില്ല. ഓഫീസിൽ പോകാൻ സമയമല്ലേ? ഓക്കെ സാരമില്ല, പോട്ടെ. സരിത ഇന്ന് ആരാധനയ്ക്ക് വരുന്നുണ്ടോ? വൈകുന്നേരമാണെങ്കിൽ വരാ ചേച്ചി. ശരി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ചേച്ചി പറ. വേണ്ട, ഞാൻ വൈകിട്ട് പറയാം. ശരി എന്നാ. സോറി, മതി. കൈ തേഞ്ഞ് തീരുവല്ലോ. ഹോസ്റ്റലിൽ നിന്ന് അനു വിളിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരം അവള് വരുമെന്ന്. ഇന്ന് വ്യാഴമല്ലേ? നാളെ അവർക്ക് ക്ലാസ് ഇല്ലേ? ഇല്ല, നാളെ എന്തോ ധ്യാനമാണ്. അപ്പൊ അവർക്ക് ധ്യാനം കൂടണ്ടേ? പിന്നെ ഭയങ്കര ഭക്തിയാണല്ലോ അവക്ക്. എന്നൊക്കെ പറഞ്ഞൂടായിരുന്നോ? ഞാൻ പറഞ്ഞ പുല്ല് വില അവക്ക്. അവൾ ആകെ മാറി. വഴക്ക് പറഞ്ഞ അപ്പൊ തുടങ്ങും ഇംഗ്ലീഷിൽ മുറുമുറുപ്പ്. അത് ഈ സെയിന്റ് ജോസഫ് സ്കൂളിൽ വിട്ട എന്റെ ഗുണമാണ്. നാളെ റിലീസ് ചെയ്യാനിരുന്ന മമ്മൂട്ടി പടത്തിന്റെ റിലീസ് മാറ്റി. ആണോ? എന്ത് പറ്റി? എന്തോ സെൻസർ പ്രശ്നം. എന്നാ പടം? ഇന്ന് ഞാൻ കോളേജിൽ കൊണ്ടുവിടാം. വേണ്ട ചാ, ബസ് സ്റ്റാൻഡിൽ വിട്ടാ മതി. ഇയാളുടെ കേസ് തന്നെയാണത്. പോലീസുകാരത് ഉപേക്ഷിച്ച മട്ട. അപ്പൊ എന്റെ ബോഡി കിട്ടിയിട്ടില്ലല്ലോ. അവരന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ചുമ്മാ വിട്ടുകളയാൻ പറ്റുമോ? സുകുമാര കുറുപ്പിന്റെ കേസ് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ എന്റെ അപ്പനും അമ്മ അമേരിക്കക്ക് പോയി. പിന്നെ ആർക്ക് കേസിൽ ഇത്ര താല്പര്യം? പക്ഷെ പോലീസുകാർക്ക് നല്ല കലിപ്പുണ്ട്. നല്ല പണിയിൽ അവർക്കൊട്ട് കൊടുത്തത് പോരാത്ത. சூப்பராக இருந்துச்சு. ஃபஸ்ட் எடுத்தோடனே அவர் எதுக்கு வந்து ஓடி வந்து அந்த வீட்டு கதவை தட்டினா, அவங்க ஒய்ஃப்னு சொல்லிட்டு நினைக்கிறேன். கதவை தட்டினாரு. அவங்க கதவை திறக்க லேட் பண்ண, அவங்க ஏற்கனவே வந்து பார்த்தீங்கன்னா போலீஸ் வந்து சரௌண்ட் வந்து பண்ணிட்டாங்க. ஹிடனில் இருந்திருக்காங்க. அதுக்கப்புறம் இவர் வந்தோடனே அரெஸ்ட் பண்ணிட்டாங்க. அதுக்கப்புறம் வந்து 6 வருஷமா 6 வருஷத்துக்கு அப்புறமா 6 வருஷத்துக்கு முன்னாடி என்னன்னு சொல்லிட்டு சரியா எனக்கு வந்து அது விலங்குல நீங்கள் சொல்லுங்க தெரிஞ்சுக்கிறேன். கம்யூனிட்டி டேப்பில் கூட வந்து கேட்டிருந்தோம். என்ன மூவி வந்து நம்ம ரியாக்ட் பண்ணலாம் அப்படின்னு சொல்லிட்டு. என்ன மூவி நம்ம ரியாக்ட் பண்ணலாம்? ஆமாம், நம்ம லாலாட்டனை பார்த்து ரொம்ப நாள் ஆச்சு. திருஷ்யம் மூவி நம்ம வந்து போடுவோம். திருஷ்யம் மூவி, அதுக்கப்புறம் வந்து நம்ம சேட்டன் பிருத்திவிராஜோட மூவி வந்து பிரம்மன் வந்து போடுவோம். நான் அதிகபட்சம் வந்து பார்த்திங்கன்னா 2 பேர்த்துக்கும் வந்து ஈக்குவலாக தான் வரும்னு சொல்லிட்டு நினச்சேன். நம்ம லாலாட்டனுக்கு வந்து அவ்வளோ பேர் வந்து பார்த்திங்கன்னா ஓட் பண்ணியிருந்தாங்க. ஓட் பண்ண அனைத்து உள்ளவங்களுக்கும் நன்றி. நம்ம லாலாட்டன் வந்து இது வரைக்கும் ஃபுல் மூவி வந்து நம்ம ரியாக்ட் பண்ணதே இல்லை.
இதை வந்து பார்த்திங்கன்னா ஃபஸ்ட் முறையாக வந்து நம்ம ரியாக்ட் பண்ணுறோம். நல்லா இருந்துச்சு. அவர் வந்து சின்ன சின்ன ஒரு ஆட்டிடியூட் நான் எப்பவுமே வந்து பார்த்திங்கன்னா நம்ம லாலேட்டன்ட்ட வந்து பார்த்திங்கன்னா ரசிப்பேன். சின்ன சின்ன வந்து ஒரு நக்கலா ஒரு எப்படி ஒரு கலாய்க்கிற மாதிரி வந்து பேசுவார். நல்லா இருந்துச்சு. ஓகே, இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சிருந்தா மறக்காம இந்த வீடியோக்கு லைக் பண்ணிட்டு நீங்கள் சப்ஸ்கிரைப் பண்ணாமல் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இது போல் நல்ல வீடியோ நம்ம நெக்ஸ்ட் சந்திப்போம்.